സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. എന്നേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ നിരന്തരമായി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും എന്നെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിരന്തരമായി പരിഗണിക്കപ്പെടാതിരുന്നപ്പോഴുണ്ടായിരുന്ന ഒരു സങ്കടം. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി അതിനകത്ത് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, ആ ഘടകത്തിൽ നിന്ന് മാറിയേക്കാം. പാർട്ടി പല പരിഗണനകൾ വെച്ച് പല രീതിയിലാണ് ഓരോ സ്ഥാനത്തേക്ക് ആളുകളെ തീരുമാനിക്കും. 57-ലും 67-ലും KPR ഗോപാലൻ MLA ആയിരുന്നു. KPR ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. പാർട്ടി ഏൽപ്പിച്ച ചുമതലകളെല്ലാം കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. വിഭാഗീയമായ ഒരു പ്രവർത്തനത്തിലും ഞാൻ പങ്കുചേർന്നു. ഈ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ അതാവണം എന്നുള്ള അതിമോഹമോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈമൺ ബ്രിട്ടോയെ ഓർക്കും. എത്ര വർഷമാണ് അനങ്ങാൻ മേലാതെ കിടക്കി കിടന്നത്. റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു അദൃശ്യരായിട്ടുള്ള അഭ്യുതകാംക്ഷികൾ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഉണ്ടല്ലോ. 1978 കേരള സർവകലാശാല യൂണിയൻ്റെ തിളങ്ങുന്ന ചെയർമാൻ, 1982 SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, 84 കോട്ടയം MP, CPM ഉദിച്ചുയർന്ന ശ്രീ സുരേഷ് കുറുപ്പ് ഇക്കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തോടെ പാർട്ടി ജില്ലാ ഘടകത്തിൽ നിന്നും ഒഴിവായി. ശ്രീ സുരേഷ് കുറുപ്പാണ് നമ്മളോടൊപ്പം നിന്നുള്ളത്. സ്വാഗതം ശ്രീ സുരേഷ് കുറുപ്പ്. സ്വാഗതം. താങ്ക് യു. താങ്കൾ CPM വിട്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പാർട്ടി ജില്ലാ ഘടകത്തിൽ നിന്നും ഒഴിവായി. പാർട്ടി ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത് ജില്ലാ സമ്മേളനത്തോടു കൂടി ഒഴിവാകുകയും ചെയ്തു. പാർട്ടിയിലെ പ്രായപരിധി ഇപ്പോൾ 75 വയസ്സാണ്. താങ്കൾക്ക് 68 വയസ്സ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഉൾവലിയിൽ? റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചപ്പോൾ. രാഷ്ട്രീയ പാർട്ടിയിൽ റിട്ടയർമെന്റ് വേണോ? ഇല്ല, പാർട്ടിയിൽ നിന്ന് റിട്ടയർമെന്റ് ഒന്നുമില്ല. ഞാൻ ഈ പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പാർട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പാർട്ടിയായിട്ടൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും വളരെ സജീവമായിട്ട് നിന്ന ഒരു, ഞാനിപ്പോൾ പറഞ്ഞ പോലെ വളരെ ഒരു സ്റ്റാറായിട്ട് ഉയർന്നു വന്ന നേതാവാണ് താങ്കൾ. പ്രത്യേകിച്ച് പാർട്ടി പിന്നീട് 4 തവണ, അതും പാർട്ടി ജയിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു. 2 തവണ MLA ആയി. പക്ഷേ അന്നേരം ജനങ്ങൾ, ഇപ്പോൾ ചിലർ പറയാറുണ്ട് സുരേഷ് കുറുപ്പ് ഉടയാത്ത ഉടുപ്പ് വിട്ട് നടക്കുന്നതല്ലാതെ സുകുമാൻ പാർട്ടി പ്രവർത്തനം അല്ലാതെ ഒരു സജീവ പാർട്ടി പ്രവർത്തനമല്ല. പക്ഷേ ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം ജനങ്ങളോടൊപ്പം നിന്നില്ലേ പിന്നെ വീണ്ടും വീണ്ടും ജയിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് പാർട്ടി പലതവണ എന്നെ കോട്ടയം പാർലമെൻറ്റ് നിർത്തി, അതിനുശേഷം ഏറ്റുമാനൂർ അസംബ്ലി 2 തവണ നിർത്തി, അതെല്ലാം വിജയിച്ചു. പാർട്ടി ഏൽപ്പിച്ച ചുമതലകളെല്ലാം കുഴപ്പമില്ലാതെ തൃപ്തികരമായിട്ടൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്കും അങ്ങനെ തന്നെയാണ് വിശ്വാസം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തടിയുടെ വളവുമുണ്ട് ആശാരിയുടെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാവും. ഞാനത് അങ്ങനെ കരുതുന്നുണ്ട്. പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് അവഗണന നേരിട്ടായി തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിനകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒഴിവാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എന്നേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ നിരന്തരമായി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക്, മുതിർന്ന കമ്മിറ്റികളിലേക്ക് അവരെ എടുക്കുകയും എന്നെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇവിടെ കോട്ടയത്തെല്ലാം എന്നെക്കാട്ടിൽ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ മുകളിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ആ കമ്മിറ്റി ഞാൻ ഇരിക്കുക എന്ന് പറയുന്ന എനിക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അവഗണിക്കപ്പെട്ടത്? അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ, ഞാനല്ലത് പറയുന്നത്. താങ്കൾ കോട്ടയത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ തന്നെ താങ്കൾക്ക് ശേഷം SFIയുടെ ഭാരവാഹിത്വത്തിൽ വന്നവർ തന്നെ ഇപ്പോൾ പാർട്ടിയിൽ ഒരാൾ പോളിറ്റ് ബ്യൂറോയിൽ വരെ എത്തിയിട്ടുണ്ട്. അല്ല രാഷ്ട്രീയ, ഞാനൊരു കാര്യം പറയട്ടെ, അവരൊന്നും അവരെയൊക്കെ പരിഗണിച്ചു എന്നുള്ളത് അതൊരു എൻ്റെ കാര്യമേ അല്ല. എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരെല്ലാം പരിഗണിക്കപ്പെട്ടപ്പോൾ എന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വേദന. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 1984 തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥികളെ ജയിച്ച ഏക സ്ഥാനാർത്ഥി താങ്കളായിരുന്നു. അതും കോട്ടയം പോലെ കേരള കോൺഗ്രസിൻ്റെയും UDFൻ്റെയൊക്കെ ഒരു കോട്ടയിൽ
സിറ്റിംഗ് എം പിയായ സ്കറിയ തോമസിനെ പരാജയപ്പെടുത്തിയാണ് വിജയം നേടി. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നടത്തിയ ഒരു പ്രവർത്തനം കോട്ടയത്ത് എനിക്ക് തോന്നുന്നു CPM-ൻ്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു ഉജ്ജ്വല മാതൃക കൂടിയായിരുന്നു. അങ്ങനെയാണ് താങ്കൾ എമർജ് ചെയ്ത് വന്നത്. ആ താങ്കൾ പിന്നീട് പാർട്ടി ജയിക്കാത്ത പലയിടത്തു നിന്ന് ജയിച്ചു. എന്നിട്ടും ആരാണ് അവഗണിക്കുന്നത്? കാരണം പാർട്ടി ജനങ്ങളോടൊപ്പം ഉള്ള ഒരു വ്യക്തി എന്നെ അവഗണിച്ചും ആരെങ്കിലും അവഗണിച്ചു എന്നുള്ള പരാതിക്ക് അടിസ്ഥാനമേ ഇല്ല. അങ്ങനെ എനിക്കൊരു പരാതിയൊന്നുമില്ല. ഈ കാര്യങ്ങളിൽ എന്നെ പരിഗണിക്കാതെ പോയി, നിരന്തരമായി പരിഗണിക്കാതെ പോയി എന്നുള്ളത് എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ കമ്മിറ്റിയിൽ ഇനി ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മാറുക. താങ്കൾ SFI പ്രസിഡൻ്റായിട്ടിരിക്കുകയും CP ജോൺ സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്ത കാലം അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതായത് പാർട്ടിയെ ഒരു ജനകീയ മുഖമായി താങ്കളും സംഘാടന രംഗത്തെ മുഖമായി CP ജോൺ പാർട്ടിയുടെ ഒരു പുതിയ കാലത്തിൻ്റെ പ്രതീക്ഷയായിട്ട് ഒരുപാട് പേര് നോക്കിക്കണ്ടു. അതൊക്കെ എങ്ങനെ താളം തെറ്റി? അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. പുതിയ പല സംഭവവികാസങ്ങളുണ്ടായി. നിങ്ങൾക്കറിയാവുന്ന പോലെ CP ജോൺ പാർട്ടി വിട്ടുപോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായി. 1984 താങ്കളെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ N ശ്രീധരൻ അല്ലെ NSൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. NS ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് ഗുരുതുല്യനായിട്ടൊരാളായിരുന്നു. ഈ സ്ഥാനാർത്ഥി ആയി വന്നതിലൊക്കെ ആരൊക്കെ താല്പര്യം എടുത്തു അതൊന്നും ഞാൻ തിരക്കിയിട്ടുമില്ല, നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും NSന് വലിയ സ്നേഹമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. പിന്നെ പാർട്ടി ഒരിക്കലും ജയിക്കാത്തൊരു സ്ഥലത്തൊരു പുതുമുഖത്തെ നിർത്താൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതിനു മുമ്പ് ഒറ്റപ്പാലത്ത് AK ബാലനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ബാലൻ സ്ഥാനാർത്ഥിയായപ്പോൾ അങ്ങനെ ഒരു രീതി CPM-ന് ഇല്ലായിരുന്നല്ലോ. അപ്പം എന്തിനാ ബാലനെ ആക്കിയെന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷേ ബാലൻ വലിയ വിജയം നേടി. ആ ബാലൻ്റെ ഇലക്ഷന് ഞങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പോയതാണ്. ഞാൻ ജോണ് സത്യത്തിൽ SFIയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത് ഒറ്റപ്പാലത്ത് നിന്ന്. തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം തുടങ്ങുന്നത് ഒറ്റപ്പാലത്ത് നിന്ന്. അതിനുശേഷമാണ് പിന്നീട് കോട്ടയം. അതെ. പക്ഷേ ആരും ഓർക്കാത്തൊരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരേ ഒരു കൂട്ടർ വിദ്യാർത്ഥി സംഘടനകളാണ്. അതായത് ഒരു കോളേജിലും സർവകലാശാലയിലുമുള്ള തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചെറിയ രൂപമാണ്. വിദ്യാർത്ഥികളെ കാണുക, വോട്ട് ചോദിക്കുക, ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക, അതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപമാണ് കോളേജുകൾ നടക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ളത് വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു അപരിചിതമായ കാര്യമല്ല. അത് വളരെ ഫലപ്രദമായി ഒറ്റപ്പാലത്ത് SFI പ്രാവർത്തികമാക്കി അതിൻ്റെ പിഴവ് തീർത്തിയൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കോട്ടയത്തും നടന്നു. അത്രമാത്രം ഇവിടെ ഒരു ക്രൈസ്തവ മേഖല കൂടിയായിട്ടും കന്യാസ്ത്രീ മഠങ്ങളിലടക്കം പോയി വോട്ട് ചോദിക്കുകയും താങ്കളുടെ ഒരു വ്യക്തിപ്രഭാവം കൂടി ഇതിനെല്ലാം സഹായകമായി. കാരണം സർവകലാശാല യൂണിയൻ SFI പിടിച്ച് താങ്കൾ ചെയർമാനായ ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ, ഞാൻ ആ തിളക്കമാർന്നെന്ന് പറയുന്ന ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ലേ, ഇപ്പം ചലച്ചിത്രോത്സവം തൊട്ട് ഈ സാഹിത്യാഭിരുചി വളർത്തുന്നതിന് സിനിമ, അങ്ങനെയുള്ള കലാമേഖലകളിലെല്ലാം വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളുടെ സംവാദം വർദ്ധിച്ചു. അങ്ങനെ ഒരു വല്ലാത്ത ആ ഒരു കാലം, അതിൻ്റെ ആ ഒരു ഏറ്റവും ആ ഒരു കാലത്ത് നിന്നാണ് താങ്കൾ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ പൊതുവെ പ്രതീക്ഷിച്ചത് ഇനിയൊരു വലിയ പുതിയ കാലം, പാർട്ടിയുടെ സാരഥ്യത്തിലേക്ക് പുതിയൊരു തലമുറ വരുന്നു എന്ന്. പക്ഷേ അത് പിന്നീട് പാളിപ്പോയോ? ഇല്ല, ഞാൻ വരാതിരുന്നത് കൊണ്ട് പുതിയ തലമുറ വന്നില്ലെന്നില്ലല്ലോ. പുതിയ തലമുറ ഒരുപാട് പേര് പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയും അവരെല്ലാം അവരുടെ കഴിവ് തെളിയിക്കുകയും ചെയ്തല്ലോ. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ കേരള സർവകലാശാല യൂണിയൻ്റെ അന്നത്തെ പ്രവർത്തന മികവ് നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള അത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം മാത്രമല്ല. കാരണം SFIക്ക് ആദ്യം കിട്ടുന്ന സർവകലാശാല യൂണിയനാണ്. ആ യൂണിയൻ മികച്ചതാക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു. SFI നേതൃത്വത്തിൻ്റെയും ബാക്കി SFIയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വരെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ SFIയുടെ അന്നത്തെ നേതൃത്വം, ബേബി, കോടിയേരി ബാലകൃഷ്ണൻ എന്നിങ്ങനെ എല്ലാവരും ആ പ്രവർത്തനത്തിൽ വളരെ ശ്രദ്ധിച്ചു, പ്രവർത്തനം ഗൈഡ് ചെയ്തു. അപ്പം നമുക്കും ഈ യൂണിയൻ മികച്ചതാക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണത്. അന്നത്തെ SFIയും ഇന്നത്തെ SFIയും തമ്മിൽ താരതമ്യം പോലും ഇല്ല. അതിപ്പോൾ അന്നത്തെ താരതമ്യപ്പെടുത്തി ഇന്നത്തെ പറയരുതെന്ന് പറയാറുണ്ടെങ്കിൽ പോലും
അന്ന് SFI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ അന്ന് കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അറിയുമായിരുന്നു. ഇന്നിപ്പോൾ SFIയുടെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ പോലും അറിയാൻ പ്രയാസമായി. മാത്രമല്ല തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോൾ വീണ്ടും SFIയുടെ യൂണിറ്റ് പിരിച്ചുവിടുകയും ചെയ്തു. എന്തു പറയാം അതിനകത്ത്? ഈ അന്ന് കേരള സർവകലാശാല യൂണിയൻ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഐ മീൻ MG യൂണിവേഴ്സിറ്റി ഇല്ല. കാലിക്കറ്റും കേരള യൂണിവേഴ്സിറ്റി യൂണിയനേ ഉള്ളൂ. അപ്പം പിന്നെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അതിൻ്റെ ഭാരവാഹികൾക്കുമൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പത്രങ്ങൾ KSUവിൻ്റെ നേതൃത്വ നിരക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നേതാക്കളും ഉണ്ടായിരുന്നു ആ കാലം. ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാമ്പസിൽ SFIക്ക് എതിരാളികളില്ലാതായി. KSU എന്താ പറയണ്ടേ, ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന പോലായി. KSU ക്യാമ്പസിൽ അതിൻ്റെ പ്രസൻസ് പല ക്യാമ്പസുകളിലും ഇല്ല. അപ്പോൾ SFIക്ക് ക്യാമ്പസിലൊരു അപ്രമാദിത്വം വന്നു. ആ അപ്രമാദിത്വം വന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പലതരത്തിലുള്ള. മറ്റേത് നിരന്തരമായി ഈ നോക്കുന്ന അളക്കുന്ന കണ്ണുകളുണ്ടായിരുന്നു എല്ലാ ക്യാമ്പസിലും നമ്മുടെ പ്രവർത്തനത്തെ. ഇപ്പം അങ്ങനെ ഒരെണ്ണം ഇല്ലാതായി. SFI തിരുത്താൻ പാർട്ടി തയ്യാറായിട്ടില്ല. ഇപ്പം പാർട്ടിയുടെ കടിഞ്ഞാണ് SFIക്ക് ഉണ്ടോ? അല്ല, പാർട്ടി അങ്ങനെ ഒരു പൊതുവായ ഗൈഡ് ലൈൻ SFI കൊടുക്കുക എന്നല്ലാണ്ട് ദൈനംദിന SFI പ്രവർത്തനത്തിലൊന്നും പാർട്ടി ഇടപെടാറില്ലല്ലോ. അങ്ങനെ ഇടപെടരുതെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയവും. SFI അങ്ങനെ അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ SFI അങ്ങ് മോശമായി എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നിപ്പം ഈ സമൂഹ മാധ്യമങ്ങളുടെയും അത് ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളും ആ മിനിറ്റിൽ തന്നെ പുറംലോകം അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം അത്തരം എല്ലാ കാര്യങ്ങളും സ്വയം നിയന്ത്രണം SFI പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊന്നും കുട്ടികളായതിൻ്റെ പ്രശ്നമുണ്ട്. ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ലഹരി ഉപയോഗം ക്യാമ്പസിൽ വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അതിലൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ പോലും SFIക്കാർ പെടുന്നുണ്ട്. അതായത് ഈ വലിയൊരു സംഘടനയായ അതുപോലുള്ള ആളുകളെല്ലാം ഒരു ഒഴുക്കിൽ SFIയിലേക്ക് വരുന്നുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ SFI എല്ലാം നല്ലത്, ഇന്നത്തെ SFI പ്രവർത്തനം എല്ലാം മോശം, അന്നിങ്ങനെയൊന്നും നടന്നിരുന്നേ ഇല്ല, അങ്ങനെയൊന്നും പറയുന്ന കാര്യമില്ല. പല ക്യാമ്പസുകളിലും പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവാം. അതൊന്നും അന്ന് പുറം ലോകം അറിയണമെന്നില്ലല്ലോ. ഇന്നതല്ല. ഇന്ന് ഈ ഏത് കാര്യവും അപ്പം മറ്റുള്ളവരെ അറിയിക്കാനും അതിൽ ചിത്രീകരിക്കപ്പെടുന്നവരെ അറിയാതിരുന്നുകൊണ്ട് അത് ചിത്രീകരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 1984 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്ന് സിറ്റിംഗ് MP സ്കറിയ തോമസ് ആണ് എതിരാളി. എന്തായിരുന്നു അന്ന് അങ്ങനെ വിജയത്തെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിരുന്നത്? എന്തായിരുന്നു അന്നത്തെ മനസ്സ്? അന്ന് ഒന്നാമത് സ്ഥാനാർത്ഥിയാകുമെന്നോ അങ്ങനെ ഒരു മത്സരത്തിന് പാർട്ടി തീരുമാനിക്കുമെന്നോ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമായി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് വന്ന് ഇതറിഞ്ഞിട്ട് ഒരു ദിവസം വൈകുന്നേരം വരിക, പത്രത്തിലൊക്കെ വാർത്ത വന്നു. അപ്പോൾ വന്നിറങ്ങിയപ്പം മുതൽ എല്ലാവരും ഹൃദ്യമായൊരു ഒരു സ്വീകരണം നൽകി. പിന്നെ നിർണായകമായത് SFIയുടെ പ്രവർത്തനമാണ്. CP ജോണിൻ്റെയും തോമസ് ഐസക്കിൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും കൂട്ടമായി കോട്ടയത്ത് വന്നു. ചിട്ടയായ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AK ബാലൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കുറവ് തീർത്തിയ ഒരു പ്രവർത്തനം ഇവിടെ നടന്നു SFIയുടെ നേതൃത്വത്തിൽ. അപ്പോൾ എന്താ ഉണ്ടായത്? അങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയപ്പം താഴെ തട്ടിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ വരെ വളരെ ആക്റ്റീവായി. അതായത് കോട്ടയത്ത് അതിന് മുമ്പ് നടക്കാത്തൊരു പ്രവർത്തനം എല്ലായിടത്തും വന്നു. അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോ സ്ഥലത്തും പോകുന്നു, പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ അവരെല്ലാം ഓരോ സ്ഥലത്ത് താമസിച്ച് വീട് കയറുന്നു. അപ്പം ഇന്ന് വരെ ഇടതുപക്ഷ മുന്നണിയോ CPM നടത്താത്തൊരു പ്രവർത്തനം നടക്കുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ ആവേശത്തോടെ രംഗത്ത് വന്നു. പിന്നെ എത്രയോ കാലം കൂടി ചിഹ്നത്തിൽ CPMന് ഒരു സ്ഥാനാർത്ഥി എന്ന് മത്സരിക്കുക, അതിൻ്റെ ഗുണം കിട്ടി. ഒരു പുതുമുഖമാണെന്നുള്ളതിൻ്റെ ഗുണം കിട്ടി. അങ്ങനെ കുറേ ഘടകങ്ങൾ ചേർന്ന് വന്നിട്ട് ആ ജയം അങ്ങ് വന്നത്. പക്ഷേ പാർലമെന്റിൽ ചെന്നപ്പോഴും അവിടെയും ശോഭിക്കാൻ കഴിഞ്ഞു. അന്ന് താങ്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല റിപ്പോർട്ടുകളാണ് വന്നത്.
അതെ, അന്ന് പാർലമെന്റും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടത്താൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് വലിയ സ്റ്റാൽവാർഡ്സുകളുള്ള കാലം കൂടെ അല്ലേ അതെ അതെ പാർലമെന്റിൽ? അതെ അതെ അതൊക്കെ അതെ. ഇപ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പം കോട്ടയത്തു നിന്നുള്ള ഏക MLA ആയിരുന്നു താങ്കൾ. താങ്കൾ ഒരുപക്ഷെ മന്ത്രിയായേക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്പീക്കറെങ്കിലും ആകും എന്ന് കരുതിയവരുണ്ട്. എന്തായിരിക്കും സംഭവിച്ചതെന്ന്? ഒന്നാമത് രാജേഷ്, ഇത് ആകാത്തതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പരിഭവമോ പരാതിയോ ഇല്ല. അങ്ങനെ രാജേഷ് ഓർക്കണം. കാരണം പാർട്ടി പല പരിഗണനകൾ വെച്ച് പല രീതിയിലാണ് ഓരോ സ്ഥാനത്തേക്ക് ആളുകളെ തീരുമാനിക്കുന്നത്. 57-ലും 67-ലും KPR ഗോപാലൻ MLA ആയിരുന്നു. KPR ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം KPRനെ പോലും പരിഗണിക്കാത്ത എന്ന് വെച്ചാൽ KPRനെ തഴഞ്ഞു എന്നുള്ള അർത്ഥത്തില്ല ഞാൻ പറഞ്ഞു. ഓരോ ഘടകങ്ങൾ വന്നിട്ടാണ്, ഓരോ പരിഗണനകൾ വന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു പരിഭവവും ഇല്ല. അല്ല, താങ്കൾ ഇനി ആഗ്രഹമില്ലായിരുന്നല്ല ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു കൺസേണും ഇല്ല എന്നുമല്ല പറയുന്നത്. അതിനെക്കുറിച്ച്, ഈ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ അതാവണം എന്നുള്ള അതിമോഹമോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാറുള്ളത്, ഞാൻ ബ്രിട്ടോയെ ഓർക്കും. ഏത്? സൈമൺ ബ്രിട്ടോയെ ഓർക്കും. ഞങ്ങൾ ഒന്നിച്ച് SFI പ്രവർത്തിച്ചതാണ്. എത്ര വർഷമാണ് ബ്രിട്ടോ അനങ്ങാൻ മേലാതെ കിടക്കി കിടന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന പ്രസാദ്, പത്തനംതിട്ടയിൽ കോൺഗ്രസ്സുകാർ MS പ്രസാദ്. അപ്പം ഞാൻ ഇവരെയൊക്കെ ഒരു മിനിറ്റ് ഒന്ന് ഓർക്കും. ഓർത്ത് കഴിയുമ്പം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം എനിക്കുണ്ടെങ്കിൽ ഞാനത് അവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കും. ഇപ്പോൾ മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായിട്ടും കോട്ടയത്ത് നിന്ന് താങ്കൾക്ക് പൊങ്ങാൻ കഴിഞ്ഞില്ല. ഈ കോട്ടയം എപ്പോഴും ഒരു പ്രതിബന്ധമായിരുന്നു. പ്രത്യേകിച്ച് വൈക്കം വിശ്വനെ പോലൊക്കെയുള്ള വളരെ ജനകീയനായ നേതാവ് കോട്ടയത്തൊക്കെ ഉണ്ടായിരുന്നിട്ടും TK ഉണ്ടായിരുന്നു. കോട്ടയം ഒരു പ്രതിബന്ധമൊന്നുമല്ല. ഈ സത്യത്തിൽ ഇത്തരമൊരു കാര്യത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും എന്നെ രൂപപ്പെടുത്തിയെടുത്തതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് SFIക്കുള്ള പങ്ക് പോലെ തന്നെ കോട്ടയത്തിനൊരു പങ്കുണ്ട്. കോട്ടയത്തെ ജനങ്ങൾക്കും കോട്ടയത്തെ രീതികൾക്കും രാജേഷിന് അറിയാമല്ലോ, മറ്റൊരു സ്ഥലം പോലെയല്ല. ഒരു സംഘർഷനിർഭരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു സ്ഥലമല്ലത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവർ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി എപ്പോഴും കഴിയുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും പ്രവർത്തന രീതികളെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പം കോട്ടയം ഒരിക്കലും ഒരു പ്രതിബന്ധമൊന്നുമായിരുന്നു. കോട്ടയം ജില്ലാ ഘടകത്തിൽ നിന്ന് താങ്കൾ മേളിലോട്ട് പോയില്ല, സ്ഥാന ഘടകത്തിലേക്ക് പോയി. അത് കോട്ടയംകാരനായതുകൊണ്ടൊന്നും ആവണമെന്നില്ലല്ലോ, അങ്ങനെ പറയരുത്. ഇപ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ അവഗണിക്കപ്പെട്ടതിന് ഒരു കാരണമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നത് താങ്കൾക്ക് VS അച്യുതാനന്ദനുമായിട്ടുള്ള അടുപ്പമായിരുന്നു. VS അച്യുതാനന്ദനുമായിട്ടൊരു ആവശ്യത്തിൽ കൂടുതൽ ഒരു അടുപ്പം എനിക്കുണ്ടായിട്ടില്ല. VSൻ്റെ നിലപാടുകൾ പലതിനോടും അനുകൂലിച്ചിരുന്ന ഒരാളാണ് ഞാൻ, സത്യമാണ്. പക്ഷേ അതല്ലാതെ ദൈനംദിനം VSൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുക അങ്ങനെയൊന്നും ഞാൻ പാർട്ടിയിലെ ആ വിഭാഗീയതയിൽ താങ്കൾ പങ്കുചേർന്നിരുന്നു? വിഭാഗീയമായ ഒരു പ്രവർത്തനത്തിലും ഞാൻ പങ്കുചേർന്നിട്ടില്ല, ഒന്നിലും പങ്കുചേർന്നിട്ടില്ല. ഇപ്പം VSൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ താങ്കളുടെ പ്രവർത്തന കാലയളവിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ദീർഘകാലം വഹിച്ചിരുന്ന VS ആയിരുന്നു. അതെ, അന്ന് അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ ഈ എന്താ പറയുക സംസ്ഥാന ഘടകത്തിന്റെ കാര്യം താങ്കൾ ഒന്നും ആവശ്യപ്പെട്ട് കയറുന്ന ഒരാളല്ല താങ്കൾ. പക്ഷെ അതൊന്നും ഒരാളോടും ഞാൻ ആവശ്യപ്പെടുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പരാതി പറയുകയോ ചെയ്തിട്ടില്ല. ഒരാളോടും പാർട്ടിക്കുള്ളിൽ മുകളിലുള്ളവരോടോ താഴെയുള്ളവരോടോ സഹപ്രവർത്തകരോടോ അങ്ങനെ ഒരു പരാതി ഒരിക്കലും പറഞ്ഞിട്ടില്ല. VS എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ? ഇല്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല. VS എപ്പോഴും സ്നേഹമായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരിക്കലും ഇല്ല. പിണറായി വിജയൻ അങ്ങനെ ആയിരുന്നു, സ്നേഹമില്ലായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു സ്നേഹക്കുറവോ ഒന്നും അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല. ഇപ്പം താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ആണിപ്പോഴും ശ്രീ CP ജോൺ, CMB നേതാവ്. പക്ഷേ ജോൺ പാർട്ടി വിട്ടു പോയപ്പോൾ താങ്കൾ എന്തുകൊണ്ട് CMB പോയില്ല? പക്ഷേ താങ്കൾ ബദൽ രേഖയെ അനുകൂലിച്ചിരുന്നു. അതായത് ഞാനൊരു കാര്യം പറയാം. ഈ ബദൽ രേഖയിൽ MV രാഘവൻ പറഞ്ഞ ആ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം അതിനു മുമ്പ് ആ രാഷ്ട്രീയമാണ് ശരി. ഇങ്ങനെയൊരു രേഖ വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗുമായിട്ടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്ന്
പറയുകയും നിരന്തരമായി അതിനെക്കുറിച്ച് സംസാരിക്കുക, പൊതുവായിട്ടല്ല, ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരാളല്ല. അപ്പം എം വി രാഘവൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ ജോൺ തീർച്ചയായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നിന്നു. സ്വാഭാവികമായിരുന്നു അത്. അല്ലാതെ താങ്കൾ അതിനോടൊപ്പം നിന്നില്ലേ? ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിന്നു. മാത്രമല്ല താങ്കൾ അന്ന് EMSന്റെ നിലപാടിനെ എതിർത്ത് വോട്ട് ചെയ്തു. അവിടാണോ താങ്കളുടെ ഈ ഒരു ഇല്ല, EMS നിലപാടിനെ എതിർത്ത് വോട്ട് ചെയ്ത കുറേ ആളുകളുണ്ടല്ലോ, 26 കുറേ ആളുകളുണ്ട്. അതൊന്നും പിന്നെ പാർട്ടിയിലെ അവരുടെ പ്രവർത്തനത്തിന് ഒന്നും ഒരു തടസ്സമായിട്ട് പിന്നെ പാർട്ടി കണ്ടില്ലല്ലോ. അന്നത്തെ ആ നിലപാടുകളിൽ വ്യതിചലനം വന്നവർക്കെതിരെ പല രീതിയിലുള്ള നടപടികൾ വന്നു എന്നല്ലാതെ പിന്നെ അതിൻ്റെ പേരിലൊന്നും ആളുകളെ പിടിക്കാര്യത്തിൽ താങ്കളുടെ പേരിൽ നടപടി വന്നിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, നടപടിയൊന്നും വന്നില്ല. പക്ഷെ താങ്കൾ ഈ ഒന്ന് ചാഞ്ചാടിയായിരുന്നല്ലേ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ചാഞ്ചാട്ടം എനിക്ക് ഉണ്ടായിന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാണും. ഞാൻ ഈ നിലപാടെടുത്തപ്പോഴും ഉടനെ ഇവരൊക്കെ പാർട്ടി വിടും എന്നൊക്കെ വലിയ പ്രചരണം വന്നല്ലോ. മാത്രമല്ല CP ജോൺ പോയി. CP ജോൺ പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ജോൺ ഉറച്ച നിലപാടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പോകാനൊന്നും എനിക്ക് പറ്റത്തില്ല. പാർട്ടി വിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അന്നും ചിന്തിച്ചിട്ടില്ല, അതിനുശേഷവും ചിന്തിച്ചിട്ടില്ല. ആത്മാർത്ഥ സുഹൃത്ത് CMBയിലേക്ക് പോയപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തിയത് ആരാണ്? താങ്കളുടെ സഹോദരനാണോ, ജ്യേഷ്ഠ സഹോദരൻ? അങ്ങനെ ആരും പിടിച്ചു നിർത്തിയില്ല. ഇല്ല, അങ്ങനെയൊന്നും ആരും പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകാനായിട്ട് ആലോചിച്ചിട്ടില്ലല്ലോ. ഇല്ല. ജോൺ പോകുമ്പോൾ ഞാൻ പോകുമെന്ന് പലരും വിചാരിച്ചാണ്. ജോൺ പോയത് അന്നും ഇന്നും എനിക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ജോണിൻ്റെതായ തീരുമാനം എടുത്തു പോയി. പക്ഷേ അത് ഞങ്ങളുടെ വ്യക്തിപരമായ സ്നേഹത്തെയോ സൗഹൃദത്തെയോ ഒന്നും ഒരിക്കലും ബാധിച്ചിട്ടില്ല. അന്നത്തെ ആ ആശയത്തോട് ഇപ്പം ഈ മുസ്ലിം ലീഗ് അടക്കമുള്ളവരോട് ഒരു സഖ്യമായി വരണമെന്നുള്ള ആ നിലപാടിനോട് അന്ന് യോജിപ്പുണ്ടായിരുന്നു? തീർച്ചയായിട്ടും യോജിപ്പുണ്ടായിരുന്നു. ഇന്നും ഉണ്ടോ? അതിപ്പം ഞാൻ പറഞ്ഞ അർത്ഥമില്ല. അല്ല, അത് വാസ്തവത്തിലൊരു മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ തന്നെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. മതേതര പാർട്ടി അല്ലെന്നാണ് പാർട്ടി ഇപ്പോഴും തിരുത്താത്തത്. പക്ഷെ ചില നേതാക്കൾ ഇപ്പോൾ പറയുന്നുണ്ട് വർഗീയ പാർട്ടി അല്ലല്ലോ. വർഗീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു സമുദായത്തിൻ്റെ രാഷ്ട്രീയം കൂടുതലായി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. അതോടൊപ്പം എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുന്ന പാർട്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഈ വർഗീയ ശക്തികളുമായിട്ട് ലീഗ് വീട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ദൗർബല്യങ്ങളുണ്ട് ആ പാർട്ടിക്ക്. അതവർ തിരുത്തുമായിരിക്കും. പക്ഷെ അതൊരു അധികാരത്തിൻ്റെ രാഷ്ട്രീയമല്ലേ? ലീഗിൻ്റെ പിന്തുണ, പ്രത്യേകിച്ച് മലബാറിൽ ലീഗിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ CPMന് പിന്നെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി വരില്ല. അധികാരം എന്നുള്ളത് അത്ര മോശമായ ഒരു കാര്യമാണ്. അധികാരം മാത്രമായി മാറിയോണ്ട് ഇല്ല, അധികാരം മാത്രമായിട്ടൊന്നും മാറിയിട്ടില്ല. അത് മാത്രമല്ല, ലീഗ് അവരുടെ നിലപാട് തിരുത്തി വരുമ്പോഴല്ലേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ലീഗ് അവരുടെ എന്ത് നിലപാടാണ് തിരുത്താനുള്ളത്? അവരന്നും ലീഗാണ്, ഇന്നും ലീഗാണ്. നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടിൽ അവർ തിരുത്തുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. അല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ലീഗ് എല്ലാ വിധത്തിലുമുള്ള മൗലികവാദികളെ എല്ലാവരെയും കൂട്ടത്തിൽ കൂട്ടിയല്ലോ. അതൊരു സത്യമല്ലേ? മാത്രമല്ല, ലീഗ് ഏത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ് സഖ്യം ഉണ്ടാക്കിയില്ല BJP ആയിട്ട്, ലീഗും കോൺഗ്രസും കൂടി. അങ്ങനെയല്ലേ വടകര KP ഉണ്ണികൃഷ്ണനെതിരായിട്ട് ഡോക്ടർ മാധവൻകുട്ടി ആയിരുന്നില്ല, ഞാൻ മറന്നുപോയി, ഡോക്ടർ മാധവൻകുട്ടി നിർത്തി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ ലീഗ് എടുത്തിട്ടുണ്ട്. അല്ല, ഇപ്പം അങ്ങനെ മതമൗലികവാദികളോടൊപ്പം നിലപാടെടുത്തെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോട്ടയത്ത് CPMും അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ നിന്നുള്ള വിമർശനം നേരിട്ടിട്ടില്ലേ? CPM എന്ത് അഡ്ജസ്റ്റ്മെൻ്റ്? ഒരു അഡ്ജസ്റ്റ്മെന്റ് SDP ആയിട്ടൊക്കെ ഇല്ല. SDP രഹസ്യമായിട്ടല്ലെങ്കിലും ഇല്ല, അങ്ങനെ ഒരു രഹസ്യമായ ധാരണയോ സഖ്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ ഇവരുടെ മാസമൊക്കെ ചിലപ്പം അതത് കാലത്തെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇല്ലെന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എന്ത് സഖ്യം, എന്ത് ധാരണ, ഒന്നുമില്ല. ഇപ്പോൾ CPMൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് താങ്കൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കളെ മിക്കവാറും പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് ഏറ്റവും കീഴ്ഘടകത്തിലേക്കായിരിക്കും ഇപ്പം താങ്കളുടെ അപേക്ഷ പ്രകാരമാണെങ്കിലും മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇനിയും സജീവ രാഷ്ട്രീയത്തിലുണ്ടാകും. അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ പറയണ്ടത്, ഒരു ദിവസം ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്നല്ലല്ലോ. അപ്പം ഞാൻ ബ്രാഞ്ചിലാണെങ്കിലും CPM പ്രവർത്തകനായിട്ട് തുടരും. നേരത്തെ ഉണ്ടായിരുന്ന ലെവലിൽ ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റില്ലായിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോൾ പാർട്ടിയുടെ സജീവമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ
ഈ ഘടകങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറയുന്നത് ഏത് രീതിയിലാണ് അത് കാണണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് മറ്റ് പലരും പരിഗണിക്കപ്പെട്ടപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെ നിരന്തരമായി പരിഗണിക്കപ്പെടാതിരുന്നപ്പോഴുണ്ടായിരുന്ന ഒരു സങ്കടം, അത് അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി അതിനകത്ത് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, ആ ഘടകത്തിൽ നിന്ന് മാറിയേക്കാം എന്ന് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. അല്ല, ഈ പാർട്ടി എന്ന് പറയുന്നത് AKGയുടെയും EMSൻ്റെ ഒക്കെ CH കണാറിൻ്റെയും ഒക്കെ പാർട്ടിയാണ്. അന്നേരം ഈ പാർട്ടിയിൽ ഈ ഒരു സഖാവ് വളരെ നല്ല രീതിയിൽ പാർട്ടിയെ ഭാവിയിൽ നയിക്കാൻ പറ്റുന്ന ഒരു സഖാവ് ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തെ വെള്ളവും വളവും നൽകി വളർത്തേണ്ടത് പാർട്ടിയാണോ ജില്ലാ ഘടകമാണോ? അങ്ങനെ ഒരു ജില്ലാ ഘടകം വളർത്തുക എന്നൊന്നുമില്ല. നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തുക, നിങ്ങളുടെ കാര്യങ്ങൾ വിലയിരുത്തി സ്വാഭാവികമായി പാർട്ടിക്കുള്ളിൽ പരിഗണന കൊടുക്കുക, ഇതൊക്കെ നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പാർട്ടി എന്നെ എത്രയോ തവണ സ്ഥാനാർത്ഥിയാക്കി, അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ അതിൻ്റെ ഇടയിൽ. ഇടയ്ക്ക് കോട്ടയത്തും കൊച്ചിയിൽ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോഴും അവധി എടുത്തിരുന്നു. അതായത് 89 ഞാൻ പരാജയപ്പെട്ടല്ലോ. പരാജയപ്പെട്ട് കഴിഞ്ഞ് ഒരു വ്യക്തിപരമായ ഒരു ക്രൈസിസ് വന്നു. കാരണം പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അപ്പം ഞാൻ കോടതി പോകാൻ തീരുമാനിച്ചു. കോട്ടയത്ത് 2 വർഷം പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എറണാകുളത്തുണ്ട്. എറണാകുളത്തോട്ട് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 6 വർഷം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തു. ആ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി 2 വർഷത്തോളം അല്ല, ഒരു 3-4 വർഷത്തോളം ഞാൻ ഒഴിവായിട്ടുണ്ട് ഈ പ്രാക്ടീസ് ചെയ്ത വേളയിൽ. കാരണം എനിക്ക് പിന്നെ ഇവിടെ വന്നൊരു പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് ചെയ്തു, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ പുറത്തു വന്ന പത്രവാർത്തയായിരുന്നു കോട്ടയത്തെ ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്ന്. ഇല്ല, അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആർത്തിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടോ? അങ്ങനെ ഉള്ളവർ കാണില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു പൊതുവായ കാര്യമാണ് പറഞ്ഞു. കോട്ടയത്തെ സംബന്ധിച്ചൊരു സ്പെസിഫിക് ആയ കാര്യമൊന്നുമല്ല പറഞ്ഞത്. അതൊക്കെ അങ്ങനെ ആക്കിയതാണ്. അതായത് പാർട്ടിക്കുള്ളിൽ ഇങ്ങനത്തെ പ്രവണതകളുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ CPMൻ്റെ കഴിഞ്ഞ ഒരു കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദീർഘകാലത്തോളം VS പിണറായി വിഭാഗീയത ശക്തമായിരുന്നു നേതൃത്വത്തിൽ. അതിൻ്റെ കാലം കഴിഞ്ഞെന്ന് പാർട്ടി അവകാശപ്പെട്ടു. ഏറെക്കുറെ അത് ശരിയായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത വളരെ ശക്തമാവുന്നു. CPM നേരിടുന്ന വലിയ വെല്ലുവിളി അതല്ലേ? CPMൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. ഈ വളരെ ശക്തമായിരുന്നു എന്നുള്ള അഡ്ജക്റ്റീവ് ഒന്നും ശരിയല്ല. കാരണം പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയതകൾ ഉണ്ടാവാം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. 2 തവണയായി നിരന്തരമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ ഉണ്ടാവാം. പക്ഷേ അതിനെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. അല്ലാതെ അതിശക്തമായ വിഭാഗീയത പ്രാദേശിക തലത്തിലുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ്. പാർട്ടിക്ക് ക്ഷീണമൊന്നുമില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു ക്ഷീണമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അധികാരം എന്നുള്ളൊരു ഇത് മാത്രമാണ് പാർട്ടിയിൽ നിന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അധികാരത്തിന് വേണ്ടി ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും പാർട്ടി വിധേയമാകുന്നില്ലല്ലോ, വിധേയമായിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുമാണ് പാർട്ടി കാണും. പക്ഷേ പാർട്ടി അങ്ങനത്തെ ഒരു നിലപാടൊന്നും എടുത്തിട്ടില്ലല്ലോ. താങ്കൾക്ക് പാർട്ടിയോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. CPIM എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനോടോ പാർട്ടിയോടോ പാർട്ടിയുടെ നയസമീപനങ്ങളോടോ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പാർട്ടിയിലുള്ള ചില നേതാക്കൾ എടുക്കുന്ന തീരുമാനത്തോടെ അഭിപ്രായ വ്യത്യാസമില്ല. ചില നേതാക്കളൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ചില നേതാക്കളോടാണ് ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ എനിക്ക് ആരോടും വ്യക്തിപരമായി ഇതിപ്പോ അത് അദൃശ്യമായിട്ടുള്ള ഏതെങ്കിലും കരങ്ങളാണോ താങ്കളെ ഇങ്ങനെ അവഗണിച്ചു? രാജേഷേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എന്നെ ഒരാൾ അവഗണിച്ചു, എന്നെ അവഗണിക്കാനും എന്നെ സ്നേഹിക്കാതിരിക്കാനും ഞാൻ ഈ മുഴുവൻ ആളുകളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. താങ്കൾ ഇങ്ങനെ 4 തവണ MP ആയി, 2 തവണ MLA ആയി. പക്ഷേ താങ്കൾ എപ്പോഴും ജില്ലാ ഘടകത്തിരിക്കുന്നു. പക്ഷേ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇന്നലെ വന്ന, ഞാൻ ആ പേര് പറയുന്നില്ല, ചില വനിതകൾ പോലും സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുന്നു. അല്ല, ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിലേക്ക് നോക്കൂ. താങ്കൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇന്നിരിക്കുന്ന നല്ലൊരു പങ്ക് ആൾക്കാരും താങ്കൾക്ക് ശേഷം SFIയിൽ വന്ന ആൾക്കാരാണ്. അന്നേരം ഇതൊക്കെ കാണുമ്പോൾ സാമാന്യ ജനം എന്ത് ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ജനം ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കണം എന്നില്ലല്ലോ. എനിക്കങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടവരല്ലെന്നോ അവർ ഉപരി കമ്മിറ്റികളിൽ വന്നതിനോ അവരോടൊന്നും എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു ഉദ്ദേശമില്ല. അവരോടെല്ലാം എനിക്ക് സ്നേഹമേ ഉള്ളൂ. അവരുടെ പ്രവർത്തന മികവ് ഉണ്ടെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. സൗഹൃദത്തിൻ്റെ കാര്യം പറയുമ്പോൾ CP ജോൺ മാത്രമല്ല, ശ്രീ MS കുമാറും താങ്കളുടെ ഉറ്റ സുഹൃത്താണ്. അന്ന് കുഞ്ചുപിള്ളയുടെയൊക്കെ കാലം തൊട്ടേ ഉള്ള സൗഹൃദങ്ങളുടെ ഭാഗമാണ്. അത് രാഷ്ട്രീയ അതീതമായിട്ടുള്ള സൗഹൃദം താങ്കൾക്ക് പാർട്ടിയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഒന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇനി വല്ലവർക്കും അത് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ
തോന്നുന്നുണ്ടെങ്കിലും ഞാൻ അതൊന്നും പരിഗണിക്കാറില്ല. ഇപ്പം തന്നെ താങ്കൾ BJP-യിലേക്ക് പോകും, താങ്കളുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ള പ്രചരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? രാജേഷേ, ഞാൻ പറഞ്ഞല്ലോ, ഈ കുമാർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ കുമാറുമായി ചർച്ച ചെയ്യുന്നു. വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ജോണും കുമാറും. എന്ന് വെച്ച് ഞാൻ അവരുടെ രാഷ്ട്രീയത്തിൽ പോകും. മരിച്ച മുകുന്ദേട്ടൻ മുകുന്ദേട്ടനോട് എനിക്ക് വലിയ അടുപ്പമായിരുന്നു. മുകുന്ദേട്ടൻ എന്നോടും വലിയ അടുപ്പമായിരുന്നു. PP മുകുന്ദൻ. അതെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ പിന്തുടരുമെന്നോ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനോടൊപ്പം ചെല്ലുമെന്നോ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം വ്യക്തിപരമായി പിന്നെ എൻ്റെ ജനറേഷനിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, ഈ തിരുവിതാംകൂറിലുള്ള ഏതാണ്ട് എല്ലാവരുമായിട്ടും എനിക്ക് വലിയ വ്യക്തിപരമായ ഇഴയെടുപ്പമുള്ള സൗഹൃദമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ രാഷ്ട്രീയത്തിന് പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല? ഒരിക്കലുമില്ല. അതൊക്കെ നമ്മുടെ ചില അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു വരുത്തുന്ന പാർട്ടിക്കുള്ളിലെ അഭ്യുദയകാംക്ഷികളാണല്ലോ. ഒബിയസ്ലി പാർട്ടിക്കുള്ളിൽ ഒരു അദൃശ്യരായിട്ടുള്ള അഭ്യുദയകാംക്ഷികൾ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഉണ്ടല്ലോ. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്. അത് ആരാണ്, എന്താണ്? അതൊക്കെ ആരാന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ ഒരു അഭിമുഖത്തിലൊക്കെ അത് പറയുന്നത് ശരിയാകത്തില്ല. അത് ഞാൻ പറയത്തില്ല. ഞാനത് പരിഗണിക്കുന്നുമില്ല. അത് അങ്ങനെ അവര് പറഞ്ഞോട്ടെ, എനിക്കെന്താ ഇത്? അതിൽ അവർ സംതൃപ്തി അടഞ്ഞോട്ടെ. അതെ, സംതൃപ്തി അടഞ്ഞോട്ടെ. EMS ഉള്ള കാലത്തും താങ്കൾ സജീവമായിരുന്നു. EMS-ഉമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? അങ്ങനെ വ്യക്തിപരമായ ഒരു സൗഹൃദം ഒന്നും വളർത്താൻ പറ്റുന്ന ഒരു രീതി അല്ലായിരുന്നു. കാരണം അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്, നമ്മൾ വളരെ ജൂനിയറായിട്ടൊരാൾ. പക്ഷേ EMS എപ്പോഴും സ്നേഹത്തോടെ ആണ് പെരുമാറിയിട്ടുള്ളത്. കൂടുതലടുത്തത് MP ആയിട്ട് ഡൽഹി ചെല്ലുമ്പോൾ അദ്ദേഹമാണ് പാർട്ടി സെക്രട്ടറി. അപ്പം രസകരമായൊരു കാര്യമുണ്ട്. അന്ന് ഈ ശ്രീലങ്കൻ പ്രശ്നങ്ങളിങ്ങനെ നിരന്തരമായി പാർലമെൻറ്റ് ചർച്ചയ്ക്ക് വരും. അപ്പം ദക്ഷിണേന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് ആരുമില്ല. അപ്പോൾ എപ്പോഴും ശ്രീലങ്കൻ പ്രശ്നത്തിൽ പാർട്ടി സംസാരിക്കാൻ നിയോഗിക്കുന്ന തന്നെയാണ്. അങ്ങനെ ഒരു ശ്രീലങ്കൻ ഡിബേറ്റിൽ ഞാൻ പറഞ്ഞു UN സെക്യൂരിറ്റി, UN ഫോഴ്സസ് അവിടെ പോകണം, ശ്രീലങ്കയിൽ പോകണം. അത് പാർട്ടി നിലപാടിന് ഘടകവിരുദ്ധമായൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ അതിൽ തമാശ അതല്ല. സൈഫുദ്ദീൻ ചൗധരി എൻ്റെ തൊട്ടടുത്തിരുന്ന് സൈഫുദ്ദീൻ പ്രോംപ്റ്റ് ചെയ്ത് ഞാനതങ്ങ് പറഞ്ഞു, പ്രസംഗത്തിൽ അങ്ങ് സ്വാഭാവികമായി പറഞ്ഞു. അപ്പം ഇത് ഹിന്ദുവിനകത്തെല്ലാം അടിച്ചു വന്നു. രാവിലെ EMS നോക്കിയപ്പോൾ ഇങ്ങനെ CPM മെമ്പർ സുരേഷ് കുറുപ്പ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം വിളിപ്പിച്ചു. അപ്പം ഞാൻ സൈഫുദ്ദീനോട് എന്ന് പറഞ്ഞു, EMS വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സൈഫുദ്ദീൻ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടി EMS-ൻ്റെ അടുത്ത് നിന്നു. EMS ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പം സൈഫുദ്ദീൻ ഓൺഡ് ഇറ്റ്. സൈഫുദ്ദീൻ പറഞ്ഞത് കുറുപ്പിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സൈഫുദ്ദീൻ, ഞാനപ്പം മിണ്ടാതിരിക്കുക, ഞാനിങ്ങനെ പമ്മിയിരിക്കുക. അപ്പം സൈഫുദ്ദീൻ ചോദിച്ചു നൗ വാട്ട് ഷുഡ് ബി ഡൺ എന്ന് ചോദിച്ചു. അപ്പം EMS ചിരിച്ചിട്ട് പറഞ്ഞു നൗ വാട്ട് ക്യാൻ ബി ഡൺ. എന്നിട്ട് പിന്നെ ഒന്നും പറയാതെ അദ്ദേഹം പിന്നെ അതങ്ങ് വിട്ടു. മനസ്സിലായോ? അങ്ങനെ അപ്പം നമുക്ക് പറ്റിയ പ്രമാദമായൊരു തെറ്റാത്. മനസ്സിലായോ? പാർട്ടി നയത്തിന് വിരുദ്ധമായി പാർലമെന്റ് അദ്ദേഹം പിന്നെ അതൊന്നും അത് കണക്കാക്കിയില്ല. അങ്ങനെ പിന്നെ അതിനെക്കുറിച്ചൊരു ചോദ്യമോ ഉത്തരവോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ ഇനിയിപ്പോൾ അടുത്ത പാർട്ടി ജില്ലാ സമ്മേളനം പൂർത്തിയായിട്ടില്ല, സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നു. തുടർന്ന് പാർട്ടി കോൺഗ്രസും വരുന്നു. ഇപ്പോൾ പ്രകാശ് കാരാട്ടിന് ശേഷം, പ്രകാശ് കാരാട്ടിനെ ഒരു മലയാളിയാണെങ്കിലും അദ്ദേഹം ഒരു കേരളത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റില്ല, കേരള ഘടകത്തിൻ്റെ ഭാഗമായിരുന്നില്ല. കേരളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറിയെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾക്ക് അഭിപ്രായം പറയാമല്ലോ. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനും, ഞാൻ പരിഗണിക്കപ്പെടുമായിരിക്കും, തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം രാഷ്ട്രീയം വിട്ട് ഇപ്പോൾ താങ്കൾ അന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിട്ട് വന്നപ്പോൾ ചില മാഗസീൻ്റെയൊക്കെ കവറിൽ അടക്കം താങ്കളുടെ ചിത്രം വന്നിരുന്നു. ഒരു ഗ്ലാമർ താരമായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഓരോരുത്തർ പറഞ്ഞതല്ലേ, അല്ല ഏതോ ഒരു സിനിമയിലൊക്കെ ഒരു ചെവി കൂടെ കേട്ട് ഒരു സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്ന പോലെ മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. അതൊന്നും ഞാനത് ഇപ്പം ഷാജി എൻ കരുണിന്റെ സബാനത്തിൽ അഭിനയിച്ചു. അത് കൂടാതെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഷാജി സാറിനെ കണ്ടപ്പോൾ ഒരു ദിവസം തമാശയായിട്ട് പറഞ്ഞു,
ഈ അരവിന്ദ് സിനിമയിലൊക്കെ കൊട്ടറെ അഭിനയിപ്പിച്ചല്ലോ, സൈക്കിൾ ഉന്തിക്കൊണ്ട് പോവുക, അങ്ങനെ ഏതെങ്കിലും ഒരു റോഡിൽ. അതുപോലെ എന്നെ നിങ്ങളുടെ സിനിമയിലൊന്ന് കയറ്റാൻ വരെ ചോദിച്ചു. പക്ഷെ പുള്ളി അദ്ദേഹം അത് വളരെ ഗൗരവമായിട്ട് എടുത്തു എന്നുള്ളതാണ്. അപ്പം ഈ സിനിമ എടുക്കാൻ നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞു, കുറുപ്പേ ഞാൻ ഒരു റോളുണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ പറഞ്ഞു, ഷായി സാറേ ഞാൻ എങ്ങനെയൊന്നും അഭിനയിച്ചു, അത് സാരമില്ല വരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയതാ, ഷായി സാറ് വിളിച്ചുകൊണ്ട് മാത്രം പോയതാ. അത് കൂടാതെ ഒരു ചിത്രത്തിലൂടെ അഭിനയിച്ചു. അത് കൂടാതെ അനിൽ നാഗേന്ദ്രന്റെ തീ എന്ന് പറയുന്ന സിനിമയിൽ. മറ്റുള്ളവർ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, മലയാള സിനിമയുടെ നഷ്ടം എന്നല്ലാണ്ട് ഞാൻ വിളിച്ചില്ല. ഇപ്പോഴും വായന വളരെ സജീവമാണല്ലോ അല്ലേ? ഏറ്റവും ഒടുവിൽ വായിച്ചത് എന്താണ്? ഞാൻ ഈ കുറച്ച് പുസ്തകം വായിച്ചു. ഈ ഒടുവിൽ വായിച്ച കൂടുതലും എനിക്ക് എൻ്റെ വായന ഒരു പരിമിതപ്പെട്ട വായന, അതായത് ഫിക്ഷൻ, ബയോഗ്രഫി, ചരിത്രം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വായിക്കും. ഞാൻ രാജേഷിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തിടെ വായിച്ച ഏറ്റവും നല്ലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മലയാളി എഴുതിയ കവനൻ്റ് ഓഫ് വാട്ടർ. ഞാനിത് വായിച്ചു തുടങ്ങിയപ്പം ഇത് ഈ സെൻട്രൽ ട്രാവൻകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ചരിത്രം ആയിരിക്കും തുടക്കത്തിൽ അങ്ങനെ തോന്നുള്ളൂ. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം വലിയൊരു നോവലാണ്, അസാധാരണമായൊരു നോവലാണ്. അത് വായിക്കേണ്ട നോവലാണ്. ഒരു മലയാളിയായിട്ടൊരാൾ ഇങ്ങനെ ഒരു ദീർഘകാലം അമേരിക്കയിൽ താമസിച്ച് ഇപ്പോഴും അത് അമേരിക്കയിലെ ഡോക്ടറാണ്. അത് ഉജ്ജ്വലമായൊരു നോവലാണ്. ഇത് ഇക്കാലത്ത് ആൾക്കാർ മുടിയൊക്കെ ഡൈ ചെയ്ത് നടക്കുന്ന കാലത്ത് താങ്കൾ നരച്ച താടിയും മുടിയും അതും ഒരു ഗ്ലാമർ ആണല്ലോ അല്ലേ? ഞാനിത് ചെയ്യാറില്ല, അത്രയും. പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നേതാക്കന്മാരെ പേര് പറയാൻ പറ്റൂ? അങ്ങനെ ഒരു പൊതു രാഷ്ട്രീയം ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ രണ്ടുപേരുടെ പേര് പറഞ്ഞ് ബാക്കിയുള്ളവരെ നോക്കി കാണുന്നില്ലെന്നില്ല. അങ്ങനെയുള്ളവരുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ നോക്കി കാണുന്ന നേതാക്കന്മാർ CPM-ലും ഉണ്ട്, CPI-ലും ഉണ്ട്, ഇതര രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, രാഷ്ട്രീയം വിട്ട് നിങ്ങൾ നോക്കിയാൽ അഴിമതിരഹിതരായിട്ടുള്ള സിൻസിയറായിട്ടുള്ള പ്രവർത്തകരും നേതാക്കന്മാരും കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി, CPM-ൽ ധാരാളമുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോഴൊരു വിശ്രമ ജീവിതത്തിലേക്കാണോ പോകുന്നത്, അതോ അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. എന്ത് മേഖലയിലാണ് ഇപ്പം കൂടുതൽ വ്യാപരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാം. ജീവിതം എൻജോയ് ചെയ്യണോ? ജീവിതം ഇപ്പം ഇതിനു മുമ്പ് എൻജോയ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ജീവിതത്തോട് വളരെ എന്താ പറയണ്ടേ, ഒരു ആഘോഷപൂർണമായ സമീപനമുള്ള ആളാണ്. താങ്കളുടെ ജീവിത സഖി ശ്രീമതി സാവിത്രിയാണ്. എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നത്? സാവിത്രി തൃശ്ശൂരെ SFI ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വൈസ് ചെയർമാനായി. അപ്പം ഞാനന്ന് SFI പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം അങ്ങനെ സാവിത്രിയെ കണ്ടു, സ്നേഹമായി എന്നുള്ളത്. അങ്ങനെ അടുപ്പമായി. പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു സാവിത്രി, SFIയുടെ. അതെ, SFI ആണ്. ജോൺ പറയുന്നത് ഞാൻ ജോണിനെ നിരന്തരമായി പ്രേരിപ്പിച്ച് സാവിത്രി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുപ്പിച്ചതാണ്. ഒരുപാട് ആരാധികമാര് താങ്കളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ല. അറിയത്തില്ല. ഇപ്പം സിനിമയിൽ വേണമെങ്കിൽ ഇനി അഭിനയിക്കാമല്ലോ. ഇളയ മകൻ സിനിമാ രംഗത്തേക്ക് വരുന്നുണ്ടല്ലോ. അവൻ പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. അതിനുശേഷം അവൻ ഇത് പഠിച്ചു, സിനിമോട്ടോഗ്രാഫി മദ്രാസിൽ തന്നെ പഠിച്ചു. പിന്നീട് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു ഞാൻ സംവിധായകനായിട്ട് പോകുക എന്ന് പറഞ്ഞു. അതിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല, അദ്ദേഹം തന്നെ തീരുമാനിച്ചു, അവരവരുടെ വഴിക്ക് വിട്ടു. അതെ, അവൻ്റെ വഴിക്ക് വിട്ടു. ഇപ്പം ഈ ദീർഘകാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടം തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ലാഭനഷ്ട കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. നഷ്ടം തോന്നുന്ന ഒരേ ഒരു കാര്യം, ജോൺ ഈ എൻ്റെ പ്രവർത്തനം, ഞങ്ങൾ ഒന്നിച്ചു നിന്ന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുപോയത് എനിക്ക് വലിയ ദുഃഖം തോന്നി, ദുഃഖവും നഷ്ടമായിപ്പോയി. പിന്നെ NSന്റെ അകാലമായ മരണം, അതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു. അത് തീർച്ചയായിട്ടും വലിയ നഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു താങ്കളുടെയും ജോണിനെയൊക്കെ അത് പാർട്ടിയിൽ ഒരുപക്ഷെ NS ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഈ പാർട്ടിയിൽ നിന്ന് പോവില്ലായിരുന്നു എന്ന് പോലും പറഞ്ഞവരുണ്ട്. കാരണം ആ യാത്രയിൽ MER എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അതല്ല, NSനെ പോലെ ഇങ്ങനെ ഈ പുതിയ തലമുറയിൽപ്പെട്ട SFIയുടെ ചാർജ് NSനായിരുന്നു. അപ്പം നമ്മളൊക്കെ കൃത്യമായിട്ട് NSനെ അറിയാം. എല്ലാവരുടെയും ശക്തിയും ദൗർബല്യങ്ങളും NS അളന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് സ്നേഹമായിരുന്നു.
നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം, കുറ്റങ്ങളും ഒക്കെ അദ്ദേഹം അവഗണിക്കുക, അതൊന്നും അദ്ദേഹം ഗവനിക്കില്ല. പക്ഷെ അതേസമയം പാർട്ടി അച്ചടക്കവും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് വളരെ കർശനമാണ്. പക്ഷെ അതീവ സ്നേഹസമ്പന്നനായിരുന്നു. അത്രയും സ്നേഹസമ്പന്നനായ ഒരാൾ ഞാൻ എൻ്റെ ഈ പാർട്ടി ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളോടൊക്കെ അത്രയും സ്നേഹം കാണിച്ചിട്ടുള്ള ഒരാൾ. അന്ന് ഈ എം വി രാഘവൻ പാർട്ടിയുടെ തീപ്പൊരിയായിരുന്നു. പക്ഷേ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ പലരും പറഞ്ഞ് എം വി ആറും വലിയ നഷ്ടമാണ്, എം വി ആർ ഈ പാർട്ടി വിട്ടുപോയത്. പക്ഷേ ജോണിനെ പോലൊരു നേതാവിനെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് CPM സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണെന്ന് പറയുന്നത്. CPM നഷ്ടം തന്നെയാണ്, അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇല്ല, കാരണം അന്ന് ഒരു പാർട്ടിയുടെ ഏത് പദവിയിലേക്ക് പോലും വരാമെന്ന്. പിന്നെ ഇപ്പോഴും നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണല്ലോ. CPM ആ കാലവും ഇപ്പോഴത്തെ കാലവും ഒക്കെ ചർച്ച ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണങ്ങളൊക്കെ അതൊക്കെ വരുമല്ലോ, പ്രത്യേകിച്ച് NS-ഉമായിട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ, അതെല്ലാം തീർച്ചയായിട്ടും സംസാരിക്കാറുണ്ട്. അതൊരു നൊസ്റ്റാൾജിയ ആ കാലം എന്ന് പറയുന്നത്. മൂല്യച്യുതി ഈ പാർട്ടിയെ പിടികൂടിയിട്ടുണ്ടോ? ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ നവ ഉദാരവൽക്കരണം അതൊക്കെ വരുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ടല്ലോ നമ്മുടെ കേരള സമൂഹത്തിൽ. വലിയ പണക്കാരുടെ ഉദയം. ഇപ്പം നമ്മളൊക്കെ SFI പ്രവർത്തിക്കുമ്പോഴോ അങ്ങനെയൊന്നും ഇത്രയും പണത്തിൻ്റെ സ്വാധീനം രാഷ്ട്രീയത്തിലില്ല. ഉണ്ടോ? കേരള സമൂഹത്തിലില്ല. അപ്പം അങ്ങനെ ഒരു സ്വാധീനം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ പ്രതിഫലനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും. ഇത്രയും ആളുകളും ഇത്രയും ഇതൊക്കെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPM-ലും അതിൻ്റെ ഒരു എന്തെങ്കിലും പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ താങ്കളെ പോലൊരു നേതാവ് ഇപ്പോൾ അപേക്ഷ കൊടുത്ത് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവായി. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു ചോദിച്ചോ? ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ആരും ചോദിച്ചില്ല. ആരും എളുപ്പമായി എന്നുള്ളതാണോ? അങ്ങനെയല്ല, അവർ പാർട്ടി ഒരു തീരുമാനം എടുത്തു, അങ്ങനെ പോയി. അല്ലാതെ ഈ ആത്മകഥ എഴുതൂ ഇല്ല, അതിനെക്കുറിച്ച് അതിനുള്ളതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. വളരെ ഒരുപാട് ആത്മകഥ എഴുതുകയാണെങ്കിൽ TJS ജോർജ് എഴുതിയ പോലെ എഴുതണം. അദ്ദേഹത്തെ കുറിച്ച് പറയാതെ മറ്റുള്ളവരെ കുറിച്ചെല്ലാം നല്ല രസകരമായി പറഞ്ഞു. അപ്പം മറ്റുള്ളവരെ കുറിച്ച് അങ്ങ് പറയാൻ പോയാൽ കുറെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പോലെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് എഴുതാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം എഴുതുന്ന ഒരു ആത്മകഥയ്ക്ക് ഒരു പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ അതൊന്നും എഴുതാതിരിക്കണം. പിന്നെ നമ്മുടെ കാര്യം പറയാൻ അത്ര വലിയൊരു ജീവിതമൊന്നും എനിക്കില്ല എഴുതാൻ. ഒരു ഉത്സവമായിരുന്നില്ല, അതൊരു ഘോഷയാത്രയായിരുന്നു. ഇല്ല, ഘോഷയാത്രയല്ല. ജീവിതം സന്തോഷകരമായി പോയ, ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ജീവിതം സന്തോഷകരമായി സൗഹൃദങ്ങളൊക്കെ ആയിട്ട് പോയ ഒരു കാര്യമാണ്. ഇപ്പോഴും അതെ, നേരത്തെ അത്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.